സ്ഥാനാർത്ഥിയായ ഡോക്ടർ ഗോട്ടിപ്പതി ലക്ഷ്മിയാണ് ഇവിടുത്തെ താരം. ഒരു ഡോക്ടറാണ്. അപ്പോൾ ഒരു ഗർഭിണിയുടെ ആരോഗ്യനില ഗുരുതരമാണ് എന്നുള്ള രീതിയിൽ ആശുപത്രിയിൽ നിന്ന് വിവരം അറിയുന്നു. അതിനുശേഷം ഈ TDP സ്ഥാനാർത്ഥി ഗോട്ടിപ്പതി ലക്ഷ്മി ആശുപത്രിയിലേക്ക് എത്തി പ്രസവം എടുക്കുകയും കൂടി ചെയ്തു. അപ്പോൾ സ്ഥാനാർത്ഥിയെ ഇപ്പോൾ നാട്ടുകാരടക്കം അഭിനന്ദനം കൊണ്ട് മൂടുകയാണ്. വിനയ് ഉണ്ണിയാണ് നമുക്കിപ്പം ഉള്ളത്. വിനയ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ പ്രചരണം അതിന്റെ ഉച്ചസ്ഥായിലൊക്കെ നിൽക്കുന്ന സമയം ഒരു ഘട്ടം വോട്ടെടുപ്പ് കഴിഞ്ഞു, പിന്നീടുള്ള കാത്തിരിപ്പാണ്, അതിനുള്ള ഓട്ടത്തിലൊക്കെയാണ്. അപ്പം ഈ പ്രചരണമൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സാധാരണ സ്ഥാനാർത്ഥികളൊക്കെ മറ്റ് നമ്മളുടെ പ്രൊഫഷണൽ ജോലിയെക്കുറിച്ചൊന്ന് കുറച്ച് നാളത്തേക്ക് അതിനൊക്കെ ഒന്ന് മാറ്റി വെക്കും. പക്ഷേ ഇതങ്ങനെയല്ല, വളരെ കർമ്മബോധമുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയായ ഗോട്ടിപ്പതി ലക്ഷ്മി അല്ലേ? തീർച്ചയായും ചെയ്തു. കാരണം ഗോട്ടിപ്പതി ലക്ഷ്മി ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രകാശം ജില്ലയിൽ നിന്നാണ് മത്സരിക്കുന്നത്. പ്രകാശം ജില്ലയിൽ ദാർസിയിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്. TDP സ്ഥാനാർത്ഥിയാണ്. അവരുടെ സ്വന്തം സ്ഥലം പോലുമല്ല. അവിടെ ഈ പ്രചാരണം നടത്തുന്നിടയ്ക്കാണ് ആരോ പറയുന്നു തൊട്ടടുത്തൊരു ആശുപത്രിയിൽ ഒരു ഗർഭിണി, അവർക്ക് കുറച്ച് ഗുരുതരാവസ്ഥയാണ്. അപ്പോൾ ഗോട്ടിപ്പതി ലക്ഷ്മി എന്ന് പറയുന്നത് ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ്, നിറയെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിവരം പറഞ്ഞപ്പോൾ തന്റെ പ്രചാരണം പരിപാടികളെല്ലാം റദ്ദ് ചെയ്തുകൊണ്ട് ഗോട്ടിപ്പതി ലക്ഷ്മി വേഗം ആ ആശുപത്രിയിലേക്ക് പോയി ആ സിസേറിയൻ ഓപ്പറേഷന് വേണ്ടി എല്ലാവിധ നേതൃത്വം നൽകി കുട്ടിയെയും അമ്മയെയും സുഖപ്രസവം എടുത്തു. എന്തായാലും വലിയ രീതിയിൽ തന്നെ ഗോട്ടിപ്പതി ലക്ഷ്മിയുടെ ഒരു വീഡിയോ, ഇപ്പോൾ ആ കുഞ്ഞുമായി നിൽക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. ആ വീഡിയോ ആണ് ഇപ്പോൾ വലിയ കയ്യടികളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോട്ടിപ്പതി ലക്ഷ്മി ശരിക്കും പറഞ്ഞാൽ സ്ഥാനാർത്ഥിയേക്കാൾ താൻ ഒരു ഡോക്ടറാണെന്നുള്ള കാര്യം ഗോട്ടിപ്പതി ലക്ഷ്മി അവിടെ ഓർമ്മിപ്പിക്കുക മാത്രമല്ല, താൻ അവർക്കൊരു രക്ഷകരായി, അമ്മയ്ക്കും കുട്ടിക്കും രക്ഷകരായി മാറേണ്ട സമയം കൂടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടേക്ക് ചെന്നുകൊണ്ട് ആ ഓപ്പറേഷൻ നേതൃത്വം നൽകുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഗോട്ടിപ്പതി ലക്ഷ്മിക്ക് ആവട്ടെ ഈ ദിവസത്തെ ഒരു സല്യൂട്ട്.